കാർണവർ വധക്കേസ് പ്രതി ഷെറിന് ജയിൽ ഡിഐജി പ്രദീപുമായി അടുത്ത ബന്ധമെന്ന് സഹതടവുകാരിയുടെ വെളിപ്പെടുത്തൽ. മറ്റൊരു തടവുകാർക്കും ഇല്ലാത്ത സ്വാതന്ത്ര്യം ഷെറിന് ജയിലിൽ ലഭിച്ചിരുന്നു. ഡിഐജി ഷെറിനെ കാണാൻ ജയിലിൽ വരുമായിരുന്നു. ലോക്കപ്പ് പൂട്ടിയ ശേഷവും ഷെറിൻ വൈകുന്നേരങ്ങളിൽ പുറത്തേക്ക് പോകും. മന്ത്രി ഗണേഷ് കുമാറുമായും അടുത്ത ബന്ധമെന്ന് ഷെറിൻ പറഞ്ഞിരുന്നുവെന്നും സഹതടവുകാരി സുനിത പറഞ്ഞു. ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഷെറിനൊപ്പം ജയിലിൽ കഴിഞ്ഞ ആളാണ് സ്മിത എന്ന് പറയുന്നത്. ചില വഴിവിട്ട ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഈ ഷെറിന് ലഭിച്ചിരുന്നു എന്ന കാര്യമാണ് പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ അത്തരത്തിൽ ഈ ഷെറിന് മാത്രമായി പ്രത്യേകമായിട്ട് ജയിലിൽ ലഭിച്ചതായി കണ്ട കാര്യങ്ങൾ? ഷെറിന് അവിടെ മറ്റു പ്രതികൾക്കൊക്കെ ജയിലിൽ ക്യൂ നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടി വന്നിരുന്നത്. ഷെറിന് മാത്രമായിട്ട് ഷെറിന് ആവശ്യപ്പെടുന്ന ഭക്ഷണങ്ങളാണ് ജയിലിലത്തെ സ്റ്റാഫ് ഷെറിന് എത്തിച്ചു കൊടുത്തിരുന്നത്. പിന്നെ അതുകൂടാതെ ജയിലിൽ പൊതുവെ പ്രതികൾക്ക് ഒരു പായ, ഒരു ചവുക്കാളം, പിന്നെ ഒരു സ്റ്റീലിൻ്റെ മൊന്ത, ഗ്ലാസ്, ഒരു പ്ലേറ്റ്, ഇതൊക്കെയാണ് ജയിലിൽ അന്തേവാസികൾക്ക് പൊതുവെ ജയിലിൽ നിന്ന് കൊടുക്കുക. അതിന് ഷെറിന് അവിടെ ഇതിൽ കവിഞ്ഞിട്ട് ബെഡ്ഷീറ്റുകൾ, കിടക്ക, തലയണ, പിന്നെ ഒരു നമുക്ക് ജയിലിൽ നിന്ന് കിട്ടുന്ന ഡ്രസ്സല്ലാതെ ഷെറിൻ വീട്ടിൽ നിന്ന് തയ്ച്ചു കൊണ്ടിരുന്ന ലിനൻ്റെ വൈറ്റ് ഡ്രസ്സാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ 6-7 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു. സാധാരണ തടവയ്ക്ക് 2 ജോഡി ഡ്രസ്സ് അവിടെ നിന്ന് തരുന്നത് മാത്രമേ അനുവദിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഏകദേശം ഒരു 10,000 രൂപയുടെ അടുത്ത് വരുന്ന കോസ്മെറ്റിക് ഐറ്റംസ്, ലിപ്സ്റ്റിക്ക്, ഐലൈനർ, മിറർ, അത്തരം സാധനങ്ങൾ. പിന്നെ ബെഡ്ഷീറ്റ് തന്നെ ഒരു 10-15 എണ്ണത്തോളം ഉണ്ടായിരുന്നു. ഒരു വലിയ ബക്കറ്റ് നിറയെ സാധനങ്ങളായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ അന്നത്തെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് ജഡ്ജി 2013 സുനിൽ തോമസ് സാറ് ജയിലിൽ അപ്പോൾ ഞാൻ പരാതിയായിട്ട് എഴുതി കൊടുക്കുകയും അദ്ദേഹം എല്ലാ സെല്ലുകളും റെയ്ഡ് ചെയ്തിട്ട് മറ്റ് തടവുകാരിൽ നിന്ന് കൂടുതലായി കണ്ട ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്യുണ്ടായിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ജയിൽ DIG പ്രദീപ് സാർ വൈകുന്നേരങ്ങളിൽ അവിടെ വരാറുണ്ട്. ഒരു 5:30-6 മണിക്കൊക്കെ ശേഷം, 6:30-ക്കൊക്കെ ശേഷം വരാറുണ്ട്. ഷെറിനെ പുറത്തേക്ക് ഇറക്കാറുണ്ട്. ആ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഒരു 1.5-2 മണിക്കൂറിന് ശേഷം തിരികെ വീണ്ടും ഷെറിൻ്റെ ഉള്ളിലേക്ക് കയറി വരാം. ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ കൂടി പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്ത നടപടി ഉണ്ടായില്ല. അതുകൊണ്ട് പരാതിപ്പെട്ടിൽ എഴുതിയിട്ട് നടപടി ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ചെയ്തതിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് മുഖേന കൈരളി പീപ്പിളിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാൻ ഞാൻ പരാതി എഴുതി കൊടുത്തു. അപ്പോൾ ആ പരാതി എഴുതി കൊടുത്തപ്പോൾ ആ പരാതി ലൈവായിട്ട് TV പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ആ സംഭവത്തെ തുടർന്നിട്ട് അന്നത്തെ ജയിൽ സൂപ്രണ്ട് എന്നെ വിളിച്ചു ചോദ്യം ചെയ്തു. അപ്പോൾ അവർക്ക് ഈ സംഭവങ്ങളെക്കുറിച്ചല്ല അറിയേണ്ടിയിരുന്നത്. അവർ ചോദിച്ചത് ആരാണ് എന്നെ സഹായിച്ച സ്റ്റാഫ് ആരാണ്, സൂപ്രണ്ട് അറിയാതെ ഈ പരാതി പുറത്തേക്ക് പോയത് എങ്ങനെയാണെന്ന് മാത്രമായിരുന്നു അറിയേണ്ടിയിരുന്നത്. പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം ജയിൽ DIG പ്രദീപ് സാറും കൂടി വന്നിട്ട് എന്നെ ചോദ്യം ചെയ്തു. അന്നത്തെ വെൽഫെയർ ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യുമ്പോൾ വെൽഫെയറിൻ്റെ സാന്നിധ്യത്തിലാണ് അവർക്ക് ചോദ്യം ചെയ്തത്. അപ്പോൾ DIG എന്നോട് പറഞ്ഞത് സ്റ്റാഫിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ജയിലിൽ തന്നെ കൊടുക്കും, ഞാൻ പുറത്തിറങ്ങുന്നുണ്ടാവില്ല. പക്ഷേ ഞാൻ സ്റ്റാഫിൻ്റെ പേരൊന്നും പറഞ്ഞു കൊടുത്തില്ല. പിന്നെ അതിനുശേഷം ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ വിവരാവകാശം വെച്ചു. ആദ്യം DGP സെൻകുമാറിന് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അന്നത്തെ DGP സെൻകുമാറിന് പരാതി അയച്ചു. അപ്പോൾ സെൻകുമാർ സാറിനോട് പറഞ്ഞത് ജയിലുള്ള അന്തേവാസികൾ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലാണ് എൻ്റെ പ്രസ്താവന, അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആൾക്ക് വിവരാവകാശം വെച്ചു. കാരണം ഷെറിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ശിക്ഷിക്കപ്പെട്ടതിൽ 392 എന്നൊരു വകുപ്പുണ്ടായിരുന്നു. അപ്പോൾ 392 പ്രകാരം ശിക്ഷിക്കപ്പെടുമ്പോൾ റോബറി. അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, DIGക്കെതിരെയും മന്ത്രിക്കെതിരെയും നേരത്തെ ഉയർന്ന ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തമാകുന്ന തരത്തിലല്ലേ ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തൽ? ധന്യ, തീർച്ചയായും. കാരണം നമ്മൾ ഏറ്റവും അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിലൊരു പരാതി വരുന്നത് അത് ഇന്നോ ഇന്നലെയോ അല്ല, അല്ലെങ്കിൽ ഈ ഒരു വിവാദം ഷെറിന് പുറത്തിറങ്ങുമ്പോഴല്ല എന്നുള്ള കാര്യമാണ്. 2015 തന്നെ ഇത് സംബന്ധിച്ചൊരു പരാതി അന്നത്തെ DIGക്ക് ഈ സ്മിത എന്ന് പറയപ്പെടുന്ന സുനിത നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്. താൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നതെന്നും പറയുന്നുണ്ട്. ഈ ജയിൽ DIG പലപ്പോഴായിട്ട് ഈ പ്രദീപ് ഈ ഷെറിനെ സന്ദർശിക്കാനായി ജയിലെത്തുന്നു. ഈ DIG വരുന്ന സമയത്ത്, അതായത് ഈ സെല്ല് അടച്ചു കഴിഞ്ഞാൽ, വൈകുന്നേരം സെല്ല് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സെല്ല് തുറക്കില്ല. പക്ഷേ DIG എത്തുന്ന സമയത്ത് DIG ഒന്ന് പരിശോധന നടത്തി പോയതിന് പിന്നാലെ തന്നെ ഷെറിനെ സെല്ലിൽ നിന്നും പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകുന്നു. അതിനുശേഷം 1.5-2 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷമാണ് വീണ്ടും തിരികെ ഷെറിനെത്തുന്നത്. ഷെറിന് വളരെയധികം വേണ്ടപ്പെട്ട വഴിവിട്ട സഹായങ്ങൾ, ഒരു VIP പരിഗണന, അതായത് ബെഡ്, തലയണ, 10 ബെഡ്ഷീറ്റുകൾ,
ജയിൽ വസ്ത്രമായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്, വെള്ള വസ്ത്രമായിരുന്നെങ്കിലും അത് ഷെറിൻ പുറത്തുനിന്നും തയ്പ്പിച്ചു കൊണ്ടുവന്ന 7ഓളം വസ്ത്രങ്ങളുണ്ടായിരുന്നു. ഇത് ഒരു പരാതി നൽകിയ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും പരിശോധന നടത്തി പിടിച്ചെടുത്ത് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നും ഈ സുനിത പറയുന്നുണ്ട്. അത്തരത്തിൽ മൊബൈൽ ഫോൺ അടക്കം ഷെറിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിവരാവകാശം സുനിത നൽകിയിട്ടുണ്ട്. അതിനുള്ള മറുപടിയിൽ പക്ഷേ വ്യക്തമായൊരു മറുപടിയല്ല ജയിൽ അധികൃതർ നൽകിയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ. ഈ മന്ത്രിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, ഗണേഷ് കുമാറുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഗണേശ് ഏട്ടൻ എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നു പറയുന്നത്. അപ്പോൾ ഞങ്ങളൊന്നും വിശ്വസിച്ചിരുന്നില്ല. അത്തരത്തിൽ സുനിത തന്നെയാണ് ഈ DIGയുമായിട്ടുള്ളതും ഗണേശുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. DIGയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. ഇപ്പോൾ പലപ്പോഴായി സുനിത ഷെറിൻ പുറത്തേക്ക് DIGയെ ജയിലിൽ സന്ദർശിക്കാൻ, അതായത് DIG ഷെറിനെ സന്ദർശിക്കാൻ ജയിലിൽ എത്തിയിരുന്നു എന്നുള്ള വളരെ ഗുരുതരമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സുനിത പറയുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച പരാതിയൊക്കെ തന്നെ നേരത്തെ നൽകിയിട്ടുള്ള കാര്യവുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്. അതോടൊപ്പം തന്നെ താൻ ഇപ്പോൾ എന്തുകൊണ്ട് ഇത് പറയാൻ അല്ലെങ്കിൽ പുറത്തേക്ക് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നു എന്ന ചോദ്യത്തിന് അതിൽ സുനിത പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഷെറിനേക്കാൾ അർഹതയുള്ള, അതായത് ഈ 14 വർഷം പൂർത്തിയായി എന്നൊരു കാരണമാണല്ലോ പറയുന്നത്, സ്ത്രീ എന്ന പരിഗണന നൽകുന്നു എന്ന് പറയുന്നെങ്കിൽ ഈ 14 ജീവപര്യന്തം കന്ന് 19ഉം 20ഉം വർഷത്തോളമായി അവിടെ ജയിലിൽ കഴിയുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട് അടുത്ത രണ്ടാമതൊരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തടവുപുള്ളികളടക്കം ആ ജയിലിലുണ്ട്. അപ്പോൾ അവർക്കില്ലാത്ത എന്ത് പരിഗണന അല്ലെങ്കിൽ അവർക്കില്ലാത്ത എന്ത് പ്രത്യേകമായ ഇളവ് എന്താണ് ഷെറിന് ലഭിച്ചത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. ഷെറിൻ തന്നോട് എല്ലാ കാര്യങ്ങളും വളരെ പറഞ്ഞിരുന്നു, സൗഹൃദത്തോടുകൂടിയാണ് പെരുമാറിയത്. ഷെറിൻ എന്തെങ്കിലും ഒരു ഭക്ഷണം എന്താവശ്യപ്പെട്ടാലും അത് ഉടനടി അവിടേക്ക് എത്തുന്നു. ഈ മേക്കപ്പ് സാധനങ്ങൾ, അതായത് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ, 10,000 രൂപയോളം വില വരുന്ന കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ ഈ ജയിലിനുള്ളിൽ ഷെറിൻ്റെ ഈ ലോക്കപ്പിനുള്ളിൽ ഉണ്ടായിരുന്നു. ഷെറിൻ്റെ പ്രത്യേകമായ സൗകര്യങ്ങളൊക്കെ തന്നെ ഈ ജയിലിൽ നൽകി വന്നിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അതായത് DIGയുമായിട്ടുള്ള ബന്ധമൊക്കെ ആദ്യഘട്ടത്തിൽ ആരോപിക്കുന്നു. പക്ഷേ അവിടെ ആ സമയത്ത്, അതായത് 2013 കാലത്ത് ഏകദേശം 6 മാസത്തോളം കാലം ഈ സുനിത ജയിലിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് സുനിത കണ്ട കാര്യങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ബന്ധം DIGയുമായും ഗണേശുമായും ഒക്കെ തന്നെ ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഒന്നുകിൽ സ്വാധീകരിക്കുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആ ഒരു ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്ന കുറേ വെളിപ്പെടുത്തലുകളാണ് എന്തായാലും ഇപ്പോൾ സഹതടവുകാരായിട്ടുള്ള സുനിത നടത്തിയിരിക്കുന്നത്. ധന്യ. ശരി, അഖിൽ.